ഹായ്. ദീപാസ് ഡ്രീം വേൾഡ് എന്ന് പറയുന്ന ഈ ചാനലിൽ ഇന്നു മുതൽ എല്ലാ ദിവസവും ബിഗ് ബോസിൻ്റെ, അതായത് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ തീരുന്നത് വരെ അന്നന്ന് ദിവസത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടാവും കേട്ടോ. ഓരോ ദിവസവും നമ്മുടെ ഏഷ്യാനെറ്റിൽ കാണിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ഈ ചാനലിലുണ്ടാവും. ഞാനായിരിക്കും ആ റിവ്യൂ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂയിലേക്ക് കിടക്കാം. നിങ്ങൾ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. ഇന്നത്തെ റിവ്യൂ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ കിച്ചണിലെ ഒരു വലിയ സംഘർഷത്തോടു കൂടെയാണ് ഇന്ന് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മോർണിംഗ് സോങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്ന ഇതാണ്. അതായത് 14 ഓറഞ്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ 14 ഓറഞ്ചിൽ നിന്ന് ഇപ്പോൾ അവിടെ 7 ഓറഞ്ച് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇഷ്യൂ വന്നു. അതിനുശേഷം അത് ഷാനവാസ് പറയുന്നു, ഞാൻ ഒരെണ്ണം എടുത്തു, എല്ലാവർക്കും കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ അത് മോഷണമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ച വരുന്നു. അതെങ്ങനെ സംസാരിച്ച് വഴി തെറ്റി അത് റെന ഫാത്തിമയിലേക്ക് എത്താണ്. റെന ഫാത്തിമ കഴിഞ്ഞ ആഴ്ചയിൽ ടാസ്കിലൂടെ നേടിയ ചീസ് എടുത്ത് ഫ്രിഡ്ജിൽ ഒളിപ്പിച്ചു വെച്ചു, അത് മോഷണമാണ് എന്നുള്ളൊരു ആരോപണം അവിടെ ഷാനവാസ് ഉന്നയിക്കുന്നുണ്ട്. അവിടെ ഒരു സംഭവം എന്താ വെച്ചാൽ, ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഒരു വള്ളി പിടിക്കുക എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരാളാണ് അക്ബർ അത് ഏറ്റുപിടിക്കുന്നു. ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ട, ഒരു വാക്ക് തർക്കം തന്നെ അവിടെ നല്ല രീതിയിൽ നടക്കുന്നു. അതിനുശേഷം ഫിസിക്കലി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമാവുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ചെറിയ ഫോട്ടോസ് ഈ സൈഡിൽ പറ്റുവാണെങ്കിൽ കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ കോപ്പിറൈറ്റ് ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അത് ആ ഫോട്ടോസ് ഇവിടെ ചെറുതായിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ അക്ബറും ഷാനവാസും തമ്മിൽ പൊരിഞ്ഞൊരു യുദ്ധം നടക്കുന്നു. അതിനിടയ്ക്ക് റെനിയും പറയുന്നുണ്ട്, ഞാനത് കട്ടെടുത്തല്ല, ഞാനത് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഷാനവാസ് പറയുന്നത്, ആരും കാണാതെ എടുത്തിട്ട് ഒളിപ്പിച്ച് വെക്കുന്നത് കട്ടെടുക്കൽ തന്നെയാണ്. അപ്പോൾ തിരിച്ചു പറയുന്നത്, ഓറഞ്ച് നിങ്ങൾ കട്ടെടുത്തല്ലേ ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത്, ഞാൻ ആരും കാണാതെ അല്ല എടുത്തത്, എല്ലാവരും കാണുക ഞാനത് എടുത്ത്, ഞാൻ മാത്രമല്ല കഴിച്ചത്, എല്ലാവർക്കും വീതിച്ച് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതും ഒരു ശരിയായ രീതി അല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഇപ്പോൾ റെന ചെയ്തതായാലും ഷാനവാസ് ചെയ്തതായാലും അത് ഒരു നല്ല രീതിയിലുള്ള ഒരു കാര്യമല്ല. കാരണം അവിടെ റേഷൻ എന്നും പറയാൻ പറ്റില്ല, അതിലും കുറവാണ് അവിടെയുള്ള ആളുകൾക്ക് ഫുഡ് കിട്ടുന്നത്. അപ്പോൾ അത് അങ്ങനെ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒരു നല്ല ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടു, അപ്പാനിയും ഷാനവാസും തമ്മിലുള്ളൊരു പ്രശ്നം. നമ്മുടെ ബിൻസി ഔട്ടായതുമായി ബന്ധപ്പെട്ട് അവിടെ ഷാനവാസ് ഒരു സംഭവത്തിന് തിരികൊളുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പാനിയുമായി ബന്ധപ്പെട്ട് അത് ഷാനവാസിന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നലത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് ഇത് തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഷാനവാസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിന് പുറകെ അപ്പാനി ഇങ്ങനെ പുറകെ പോയിട്ട് അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞിട്ട് അത് കോംപ്രമൈസിന് പോകുന്നുണ്ട്. ആ ഒരു കോംപ്രമൈസ് സംഭാഷണം ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നും നമ്മുടെ രേണുവായിട്ട് അപ്പാനി സംസാരിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ വൈഫിനോടും കുട്ടികളോടും സംസാരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഷാനവാസിനെ തന്നെ പോയി കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഷാനവാസ് അവിടെ പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതിനുശേഷം ആദിലയും നൂറയും വന്ന് നമ്മുടെ അപ്പാനിയോട് സംസാരിക്കുന്നു. അപ്പാനിയോട് പോയി ഷാനവാസിനോടൊന്നും വീണ്ടും സംസാരിച്ച് നോക്കുക എന്ന് പറയുന്നു. പക്ഷേ അപ്പാനി പറയുന്നുണ്ട്, ഞാനിനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവനത് ആക്സെപ്റ്റ് ചെയ്തില്ല, സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചാണ്, പക്ഷെ നടക്കില്ലെന്ന് പറയുന്നു. വീണ്ടും ആദിലയും നൂറയും കൂടെ ഷാനവാസിൻ്റെ അടുത്ത് പോകുന്നു. അപ്പാനിക്ക് പറയാനുള്ളത് കേൾക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഒരു കോംപ്രമൈസ് ആക്കുക എന്നുള്ള രീതിയിലാണ് അവർ ഇടപെട്ടത്. പക്ഷേ ഷാനവാസ് ഒരു സംഗതിക്കും അവിടെ വഴങ്ങിക്കൊടുക്കുന്നില്ല. അതായത് അപ്പാനിയുടെ ഈ ഒരു ഇഷ്യൂ, എനിക്ക് തോന്നുന്നത് ഒരു ഷാനവാസ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഷാനവാസിന് കിട്ടിയ ഒരു ആയുധം അത് നല്ല രീതിയിൽ പ്രയോഗിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അപ്പാനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് പ്രകോപിതനായിട്ട് ഒച്ചത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഷാനവാസിന് അടിക്കാനൊരു അടി കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു അടി കയ്യിൽ കിട്ടിയത് പ്രയോഗിക്കാൻ തന്നെ തീരുമാനിച്ച രീതിയിലാണ് നമ്മുടെ ഷാനവാസ് നടക്കുന്നത് കേട്ടോ. പിന്നീട് എപ്പിസോഡിൽ കാണിക്കുന്നത് ലിവിങ് ഏരിയയിൽ നമ്മുടെ ഹൗസ് അംഗങ്ങളെല്ലാവരും വിളിച്ചിരുത്തിയിട്ട് ഈ ആഴ്ചയിലെ ടാസ്കിനെ കുറിച്ചും പണിപ്പുര പ്രവേശനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ആദ്യം തന്നെ ഹൗസ് അംഗങ്ങൾക്കിട്ട് 8ന്റെ പണി പോലെ ഒരു അനൗൺസ്മെന്റ് ബിഗ് ബോസ് നടത്തുകയാണ്. അതായത് ഈ ആഴ്ച ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് പണിപ്പുരയിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ബിഗ് ബോസ് പറയുന്നത്. പണിപ്പുരയുടെ വാതിൽ ഒരു പൂട്ടിയിട്ടുണ്ട്. അതിനകത്തൊരു ടൈമറും കൊടുത്തിട്ടുണ്ട്. ആ ടൈമർ അവസാനിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റൂ. പക്ഷേ അതിന് ഒരു നിബന്ധനയുണ്ട്.
ഈ ആഴ്ചയിൽ ടാസ്കുകൾ കൊടുക്കും. ആ ടാസ്കുകളിൽ എനിക്ക് തോന്നുന്ന ഒരു 6 ടാസ്ക് ആയിരിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 3000 പോയിന്റ് കിട്ടും. 6 ടാസ്കുകളും വിജയകരമായിട്ട് പൂർത്തിയാക്കുകയാണെങ്കിൽ 3000 പോയിന്റ് കിട്ടും, 20 സെക്കൻഡ് കിട്ടും. 10 പേർക്ക് പണിപ്പുരയിലേക്ക് പ്രവേശിച്ച് സാധനങ്ങൾ എടുത്തിട്ട് വരാം. അടുത്തത് 2000 പോയിന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡുകളുടെ എണ്ണം കുറയും. അതായത് 10 സെക്കൻഡ് ആവും, 5 പേർക്കേ പോകാൻ പറ്റുള്ളൂ. പിന്നെ 1000 പോയിന്റാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ 5 സെക്കൻഡിനുള്ളിൽ ഒരാൾ പോയിട്ട് സാധനം എടുക്കാൻ പറ്റുള്ളൂ. 1000-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ പണിപ്പുരയിലേക്ക് പോകാൻ പറ്റില്ല. അതാണ് ലിവിങ് ഏരിയയിൽ ബിഗ് ബോസ് വിളിച്ചിരുത്തിയിട്ട് ഇവർക്ക് കൊടുത്ത ആദ്യത്തെ പണി. അതിനുശേഷം പണിപ്പുര ടാസ്ക് തുടങ്ങി. അത് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ 2 ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ടീം എ, ടീം ബി. ടീം എയിൽ ഷാനവാസ്, അപ്പാനി, ജിസേല്, പിന്നെ ശൈത്യ, അനുമോള്, ശാരിക, പിന്നെ ഒരാളും കൂടി ഉണ്ട്, പെട്ടെന്ന് മൈൻഡ് കിട്ടുന്നില്ല. ഓക്കെ, അതൊരു ടീം എ. ബാക്കിയുള്ളവരെല്ലാം ആര്യൻ, അക്ബർ, അനുമോൾ, അങ്ങനെയുള്ള അവരൊക്കെ വേറൊരു ടീം ബി ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ 2 മേശയിൽ 4 ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചിട്ടുണ്ടാവും. 4 അല്ല 8 ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചിട്ടുണ്ടാവും. 4 ഐറ്റം ഈ 2 എണ്ണം വീതമാണ് വെച്ചിട്ടുള്ളത്. അതിൽ ഒരു ഭക്ഷണം, അതായത് പായസമാണ് വെച്ചിട്ടുള്ളതെങ്കിൽ 2 പായസം വെച്ചിട്ടുണ്ടാവും. അതിൽ ഒന്ന് യഥാർത്ഥ പായസത്തിൻ്റെ രുചിയിലുള്ളതും മറ്റൊന്ന് ചിലപ്പോൾ ഉപ്പോ അല്ലെങ്കിൽ മുളകോ അല്ലെങ്കിൽ പുളി എന്തെങ്കിലും കലക്കിയിട്ടുള്ള അതിൻ്റെ ടേസ്റ്റ് മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ഭക്ഷണമായിരിക്കും. അപ്പോൾ അത് ആദ്യം ടീം എയിലത്തെ ഒരാൾ പോയി അത് ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണം കഴിച്ചിട്ട് അത് ആ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് ടീം ബി അത് പറയണം, അത് എം ആണോ അതോ എക്കാണോ എന്നുള്ളത്. അതായത് അത് ശരിയായ രുചിയിലുള്ള ഭക്ഷണമാണോ അതോ എക്സ്ട്രാ രുചി ചേർത്തിട്ടുള്ള ഭക്ഷണമാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആദ്യം ടീം എയിലുള്ള അംഗങ്ങൾ പോകുന്നു. നൂറ പോകുന്നു, അപ്പാനി പോകുന്നു, ജിസേൽ പോകുന്നു, പിന്നെ നമ്മുടെ സാബു പോകുന്നു. അതിൽ ആദ്യത്തെ ആ ഒരു സെക്ഷനിൽ 3 പോയിന്റ് കിട്ടിയിട്ട് വിജയിച്ചത് ടീം എ ആണ്. അടുത്ത രണ്ടാമത്തെ സെക്ഷനിൽ ടീം ബിയുടെ ആൾക്കാർ വരുന്നു. അവരും ഇതേപോലെ തന്നെ 4 പേര് ഭക്ഷണം കഴിക്കുന്നു. അവിടെയും പക്ഷേ ടീം എക്ക് തന്നെയാണ് വിജയം. 6 പോയിന്റ് നേടിയിട്ട് ടീം എ വിജയിക്കുകയും ടീം ബിക്ക് 2 പോയിന്റ് മാത്രമാണ് കിട്ടിയത്. അങ്ങനെ അപ്പോൾ 500 പോയിന്റ് ടീം എക്ക് സ്വന്തമായി. ടീം എയിൽ നിന്ന് ഒരാളെ ഡയറക്റ്റ് പണിപ്പുരയിലേക്ക് അയക്കാനുള്ള ഒരു അവസരവും അവിടെ കിട്ടി. അവരെല്ലാവരും കൂടെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ തിരഞ്ഞെടുത്തത് ജിസേലിനെ ആയിരുന്നു കേട്ടോ. അതായത് ഇന്നത്തെ ആദ്യത്തെ ടാസ്കിൽ ടീം എ വിജയിക്കുകയും 500 പോയിന്റ് കരസ്ഥമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പണിപ്പുര ടാസ്കിലേക്ക് അല്ലെങ്കിൽ പണിപ്പുരയിലേക്ക് പോകാനുള്ള ഒരാളുടെ അവസരം അത് ജിസേലിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ കാണുന്നത് ഷാനവാസ് അപ്പാനി കോംപ്രമൈസ് ചർച്ചയാണ്. വീണ്ടും അവിടെ സംസാരത്തിൻ്റെ ഇടയിൽ ഷാനവാസ് ഉടക്കി പോകുന്നു. അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പാനി ഓരോ ആളുകളായിട്ട് സംസാരിക്കുന്നു. അവർ നിർദ്ദേശം കൊണ്ട് വീണ്ടും ഷാനവാസിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഷാനവാസ് അവിടെ ഉടക്കുന്നു. വീണ്ടും അപ്പാനി തിരിച്ചു വരുന്നു. അതാണ് ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിനുശേഷം ഇന്നത്തെ രണ്ടാമത്തെ ടാസ്ക് ആണ് കേട്ടോ. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഈ സെയിം ടീം തന്നെയാണ്. ടീം എ, ടീം ബി സെയിം ടീം തന്നെയാണ്. ആക്ടിവിറ്റി ഏരിയയിൽ 6 മൃഗങ്ങളുടെ 6ഓ 8ഓ അങ്ങനെ ആ മൃഗങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. ആ ഫോട്ടോയുടെ അതായത് സിംഹം, കുറുക്കൻ, അങ്ങനെയുള്ള മൃഗങ്ങൾ, ആ മൃഗങ്ങളുടെ സ്വഭാവം അനുസരിച്ച് അവിടെ ആരാണോ ആ ഹൗസിലുള്ളത് അവർ ആ മൃഗങ്ങളുടെ പുറകിൽ പോയി മറഞ്ഞു നിൽക്കുക. അപ്പോൾ ടീം ബി വന്നിട്ട് ആരൊക്കെയാണ്, സിംഹം ആരാണ്, കുറുക്കൻ ആരാണ്, എലി ആരാണ്, അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുഴുവൻ ഉത്തരങ്ങൾ കറക്റ്റായി കഴിഞ്ഞാൽ ഇവർക്ക് ഫുൾ പോയിന്റ് കിട്ടും. ഇല്ല, എത്രയാണോ ശരിയാക്കിയത് അത്രയും പോയിന്റുകൾ കിട്ടുക. ടീം ബിക്ക് ആദ്യത്തെ സെക്ഷനിൽ കിട്ടിയത് 2 പോയിന്റാണ്. പക്ഷെ ഇതേ അവസരം തന്നെ തിരിച്ചു വന്ന സമയത്ത് ടീം എ അതിലും വിജയിച്ചു. 4 പോയിന്റ് അവർ കരസ്ഥമാക്കി. ഈ രണ്ടാമത്തെ സെക്ഷനിലും വിജയിച്ചത്, അതായത് രണ്ടാമത്തെ ടാസ്കിലും വിജയിച്ച് ടീം എ ആണ്. വീണ്ടും ടീം എക്ക് 500 പോയിന്റ് കിട്ടി. ഇന്നത്തെ 2 ഗെയിം പൂർത്തിയായപ്പോൾ ടീം എക്ക് മൊത്തം 1000 പോയിന്റാണ് ലഭിച്ചത്. ഇവിടേക്ക് അതായത് പണിപ്പുരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടീം എ മൊത്തത്തിൽ ചർച്ചയിൽ തിരഞ്ഞെടുത്തത് ബിന്നിയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ വീണ്ടും ഈ ഷാനവാസിൻ്റെയും അപ്പാനിയുടെയും ചർച്ച തന്നെയാണ്. അവിടെ ഷാനവാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ജിസേലും ഷാനവാസും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഷാനവാസ് പറയുന്നൊരു കാര്യമുണ്ട്. അക്ബറിൻ്റെ കരുവാണ് അപ്പാനി ശരത്ത് എന്നുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അപ്പാനി ഒരു പാവം ആളാണ്, ഒരു പാവം ക്യാരക്ടറുള്ള ആളാണ്. പക്ഷെ ആ അപ്പാനിയെ പറഞ്ഞ് ഇളക്കി വിടുന്നത് അക്ബറാണെന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെ ഷാനവാസും പറയുന്നത്. അത് ശരിവെക്കുന്നുണ്ട് നമ്മുടെ ജിസേൽ കേട്ടോ.
അപ്പൊ ഇന്നത്തെ മെയിൻ സംഭവങ്ങൾ, എപ്പിസോഡിലെ മെയിൻ സംഭവങ്ങൾ അതൊക്കെ ഉള്ളൂ. പിന്നെ അവര് രാത്രി സംസാരിക്കുന്നത് അനുമോളെ കളിയാക്കിക്കൊണ്ട് ആര്യനും ടീമുകളൊക്കെ നാളെ രാവിലെ തന്നെ പാട്ട് കഴിഞ്ഞിട്ട് അടി തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ ചായ ഇട്ട് തുടങ്ങിയിട്ട് അടി തുടങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ അനുമോളെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നത് എനിക്ക് നാളെ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധം എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്, ഞാൻ നാളെ രാവിലെ അത് പ്രയോഗിക്കുമെന്നൊക്കെ പറഞ്ഞ് അതൊരു കോമഡി ആയിട്ട് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇതേപോലെ എപ്പിസോഡ് റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ അതും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളത്തെ എപ്പിസോഡ് റിവ്യൂമായിട്ട് നാളെ കാണാം.